ഹരി ഓം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജൂൺ മാസഫലമാണ്. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ നമുക്ക് ഓരോ രാശിക്കാർക്കും മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലൊക്കെ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അധികം താമസിക്കല്ലേ, നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. തുലാം രാശി അല്ലേ. തുലാരാശിക്കാർക്ക് മാത്രമല്ല തുലാ ലഗ്നക്കാർക്കും കാണാമെന്ന് പറഞ്ഞു. ചിത്തിര, ചോതി, വിശാഖം, മുക്കാടും രണ്ടേകാലം നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയാം. തുലാരാശിക്കാരെ സംബന്ധിച്ചുള്ള ഈ ജൂൺ മാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് പറയാം. കാരണം ഒത്തിരി നന്മകൾ നമുക്ക് പറയാനില്ല, എന്നാൽ ഒത്തിരി ദോഷങ്ങളൊന്നും നീചമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര വലിയ അനുഭവിക്കാനുള്ള യോഗം നമുക്ക് പറയാനില്ല. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. തുലാരാശിക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ ടൈം നോക്കുവാണെങ്കിൽ നമ്മുടെ 6ാം ഭാവത്തിലാണെന്ന് ശനി നിൽക്കുക എന്ന് പറയുന്നത്. ആ ശനി നമുക്ക് എന്താണ് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു ശത്രുദോഷങ്ങളുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളോടുള്ള ശത്രുത മനോഭാവങ്ങളൊക്കെ മറ്റുള്ളവർക്കുണ്ടായിരുന്ന ഒരു പരിധി വരെ കുറയ്ക്കുവാൻ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ചൊവ്വയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു ബലം മൂലം നമുക്ക് നല്ലൊരു ആത്മവിശ്വാസവും ധൈര്യവും നമ്മളിലേക്ക് എത്തുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് പറയാൻ പറ്റും. ജോലി സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ ജോലിയിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. വലിയ സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ടൈം പീരീഡ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ആവശ്യമാണ്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ഥാനക്കയറ്റത്തിന് ഉത്തരവാദിത്തത്തിന് ഉള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളൊരു കരുതലോടെ തന്നെ എടുക്കുക. തിടുക്കത്തിൽ ഒരു കാര്യങ്ങൾ എടുത്ത് തീരുമാനിക്കാതെ ശാന്തമായി ആലോചിച്ച് പേഷ്യൻ്റ് ആയിട്ടിരുന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം. നമ്മൾ പെട്ടെന്ന് ഭയങ്കര ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാണ് ഈ ഒരു ടൈം പീരീഡ് നല്ലതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി വിവേകത്തോടെ ചിന്തിക്കണം. കുറച്ച് പ്ലാനിങ്ങിൻ്റെ ആവശ്യം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നതിൽ ആവശ്യമാണ്. പെട്ടെന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെ പരാജയപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ പ്ലാൻ ചെയ്ത് മുന്നോട്ട് ഒരു എക്സ്പെർട്ടിൻ്റെ അഡ്വൈസൊക്കെ സ്വീകരിച്ച് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നതല്ല, പ്രത്യേകിച്ചും ഹൈലി റിസ്കി ഹൈലി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള പണയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മണി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നത് നല്ലത്, അതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് മാക്സിമം ഉത്തമം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫാമിലി ലൈഫ്, കുടുംബമൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ ഒരു ടൈം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ പങ്കാളിയും കൂടി ഒരു അവസ്ഥ എങ്ങനെയുണ്ടെന്ന് കൂടി മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഒരു ഉത്തമം എന്ന് പറയുന്നത്. കുടുംബജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പം എങ്ങനെയാണ് പോകുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ആവശ്യം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ വലിയൊരു ആശ്വാസം അല്ലാത്ത രീതിയിൽ അതൊരു സമ്മിശ്ര രീതിയിൽ ഭയങ്കര വലിയ പ്രശ്നങ്ങളുണ്ടാകുന്ന വെച്ചാൽ ഇല്ല, എന്നാൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അങ്ങനെയല്ല, ഒരു സമ്മിശ്രമായിട്ടുള്ള അവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകാമെന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടാൻ സാധിക്കാൻ ഈ യോഗമുള്ള സമയം തന്നെയാണ്. പക്ഷേ കുറച്ച് ഹാർഡ് വർക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന സമയം തന്നെയാണ്. മത്സര പരീക്ഷയ്ക്ക് പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം കുറച്ച് ഹാർഡ് വർക്ക് എക്സ്ട്രാ ഇടുക. ഇപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക്, ബട്ട് കുറച്ചുകൂടി ഹാർഡ് വർക്ക് കൂടുതലായിട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ വിദ്യാഭ്യാസ വായ്പകളൊക്കെ വാങ്ങുവാൻ അല്ലെങ്കിൽ എടുക്കുവാനൊക്കെ തീരുമാനിക്കുന്നവർ കൃത്യമായ ധാരണയോടെ മാത്രം ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ അറിയില്ല, ഡൗട്ട് ഉണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെ മുതിർന്നവരോടോ അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിനോടൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ച് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ആരോഗ്യ അവസ്ഥയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ്റെയും കൊച്ചിൻ്റെയൊക്കെ ഒരു സ്വാധീനം മൂലം നമുക്ക് ശരീരത്തിൽ കുറച്ച് ചൂട് വർദ്ധിക്കുന്നൊരവസ്ഥ, മാനസികമായ ടെൻഷൻ കൂടുന്നൊരവസ്ഥ, ബ്ലഡ് പ്രഷറൊക്കെ കുറച്ച് കൂടുന്നൊരവസ്ഥയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നടത്തുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യമൊക്കെ വരാനുള്ള സാധ്യത, പെട്ടെന്ന് അഗ്രി ആവുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു ടെൻഷൻ, അതിൻ്റെ കൂടെ ടെൻഷൻ കൂടുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ വരാൻ ദേഷ്യം വരുന്നത്. സോ ആ ടൈം നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. മെഡിറ്റേഷൻസ്, പ്രാണായാമൻസ്, നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ രൂപങ്ങൾ, മന്ത്രങ്ങളൊക്കെ ചാറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഗുഡ് റിസൾട്ടിനെ നമുക്ക് പ്രദാനം ചെയ്യും കേട്ടോ. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. തുലാരാശിക്കാർക്ക് എന്നാൽ ഭയങ്കര മോശമല്ല, ഒത്തിരി നല്ലതാണോ അല്ല, ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലമാണ്. പിന്നെ നിങ്ങളുടെ സ്വജാതകം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കിയോളൂ. എന്തെങ്കിലും സുപ്രധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യം മറക്കല്ല. നീ പാർട്ണർഷിപ്പിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെയും കൂടി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ രാശിഫലം നോക്കുകയാണെങ്കിൽ നമുക്കറിയാമെന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് നമ്മൾ രാശിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തില്ല, ലഗ്നവും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പെഡിഷൻസ് തയ്യാറാക്കുന്നത്. സോ അത് രണ്ടും നിങ്ങൾക്ക് നോക്കാമെന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം നേരെ കമൻറ്റ് ചെയ്യുമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ പേര് നക്ഷത്രത്തിനോട് ഉൾപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫലം നമ്മൾ നോക്കുമ്പം
നമ്മുടെ ജാതകവശാൽ നമ്മൾ ചിന്തിക്കുന്നത് വളരെ ഉത്തമമാണ്. കാരണം നമ്മൾ ഗോചര ഫലം കൊണ്ട് മാത്രം നമ്മുടെ ഫലങ്ങളെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചില്ല, പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ജാതകത്തിൽ ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത്, നമുക്ക് ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ലഗ്നം കൂടി കണക്കിലെടുക്കണം. നമ്മൾ ചന്ദ്രാവശം മാത്രം ഫലം കേൾക്കാതെ അതിൻ്റെ കൂടെ ലഗ്നത്തിൻ്റെ ഫലം കൂടി കേട്ടാലാണ് നമുക്ക് കൂടുതലായിട്ടുള്ളൊരു ധാരണ നമ്മുടെ ഫലമായിട്ട് നമുക്ക് കൂടുതലായിട്ട് കണ്ടാവാൻ സാധിക്കുക എന്ന് പറയുന്നത്. പിന്നെ എന്തൊരു ഫലമായാലും നമ്മൾ ഒന്നിലും ഓവർ ആവാൻ പാടില്ല എന്നുള്ളതാണ്. നല്ല ഫലമുള്ളവർ ഒത്തിരി അമിതമായിട്ടുള്ളൊരു ഓവർ എക്സ്പെക്ടേഷൻ വെക്കാനും ദോഷഫലങ്ങളുള്ളവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ജാതകം ഡിപ്പെൻഡാണ്. അതിനൊക്കെ ഉപരി നമ്മുടെ ജാതകത്തിനൊക്കെ ഉപരി നമ്മുടെ കർമ്മം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സൽ പ്രവൃത്തി സൽ ചിന്തകൾ ചെയ്യുക. അപ്പം നമുക്ക് ദോഷഫലങ്ങളെയൊക്കെ കാഠിന്യം കുറച്ചെടുക്കാൻ സാധിക്കും. നല്ലൊരു ഈശ്വരഭക്തി, ഈശ്വര ആരാധന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും അല്ലേ. അതൊക്കെ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്, ജ്യോതിഷത്തിൻ്റെ ക്ലാസ് ഇനി പുതിയ ബാച്ച് ആരംഭിക്കുക. അപ്പം മെയ് 21 ഒരു ബാച്ച് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് പുതിയൊരു ബാച്ച് ജ്യോതിഷത്തിന് ആരംഭിക്കുക എന്ന് പറയുന്നത് ജൂലൈ 1 പുതിയൊരു ബാച്ച് ആരംഭിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമുക്ക് 3 വർഷത്തെ കോഴ്സാണ് ജ്യോതിഷ പഠനം എന്ന് പറയുന്നത്. ബട്ട് അതിൽ1 വർഷത്തെ കോഴ്സിൻ്റെയാണ് ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഫൗണ്ടേഷൻ ബേസിക് ക്ലാസ്സസ് ആയിരിക്കും. അത് മനസ്സിലാക്കിയാൽ നന്നായി പഠിച്ച കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫൗണ്ടേഷൻ എപ്പോഴും തറവാക്കാൻ പറ്റുള്ളൂ. ഫൗണ്ടേഷൻ തറവാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ ബിൽഡിങ് കെട്ടി വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഫൗണ്ടേഷൻ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ കെട്ടിടം കെട്ടി ഉയർത്തി വരുമ്പോഴായിരിക്കും ഒരു ചെറിയ ആട്ടം മൂലം കെട്ടിടം മൊത്തം താഴത്തോട്ട് പോകുന്നത്. സോ ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഫൗണ്ടേഷൻ അടിത്തറ എപ്പോഴും എന്താണ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. അത് നമ്മുടെ പിന്തുടർത്തിൻ്റെ ഹൗസിങ്ങിൻ്റെ ബേസിക് സെഷൻ അറ്റൻഡ് ചെയ്തവർക്കറിയാം, ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം നമ്മൾ എത്രമാത്രം അടിത്തറ ഉറപ്പിച്ചിട്ടാണ് ഫൗണ്ടേഷൻ പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ അഡ്വാൻസിലേക്ക് കയറ്റാറുള്ളൂ അല്ലേ. വേറെ നേരിട്ട് വന്ന് അഡ്വാൻസ് ക്ലാസ്സിലേക്ക് കയറുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. നമ്മുടെ ബേസിക് പഠിച്ച് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വന്നവർക്ക് മാത്രമേ അഡ്വാൻസിലേക്ക് എത്താൻ സാധിക്കാറുള്ളൂ. കാരണം നമ്മുടെ അടിത്തറ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. അപ്പം അതിൻ്റെ മുകളിൽ കെട്ടുമ്പം ആ അടിത്തറയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ മുകളിലേക്ക് കെട്ടി ഉയർത്തുക എന്ന് പറയുന്നത്. സോ നമ്മൾ മുകളിൽ അടിപൊളിയാക്കി ഫൗണ്ടേഷൻ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് പറ്റും, മുകളിലത്തെ ഭാരം കാരണം ഫൗണ്ടേഷൻ തർപ്പനായിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതെപ്പോഴും നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഏതൊരു കോഴ്സ് ബിൽഡ് ചെയ്യുമ്പോഴും ഏതൊരു കോഴ്സ് സ്ട്രക്ചർ ചെയ്യുമ്പോഴും നമ്മളത് പ്രധാനമായിട്ട് തന്നെ എടുത്തു വെക്കുന്ന ഒരു കാര്യം തന്നെയാണത്. സോ ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ പറയാം, 1 വർഷം കൊണ്ട് പഠിച്ചേക്കാം, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് പഠിച്ചേക്കാം, 3 വർഷം കൊണ്ട് പഠിച്ചാൽ പൂർണ്ണമായി തീർത്തേക്കാം എന്നൊരു പ്രതീക്ഷ കൊണ്ട് ഒരാളും ജ്യോതിഷ പഠനത്തിന് വേണ്ടി ഇവിടെ അല്ല എവിടെയും ചേരണ്ട. നമ്മൾ ജ്യോതിഷം പഠിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. നമ്മൾ എന്താണ്, ഒരു കടലിൻ്റെ അകത്തൊരു സ്പൂൺ പോലും നമ്മൾ എടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഓക്കെ, കാരണം അത്രയും ആരത്തിലേറിയ അല്ലെ അത്രയും ആരമേറിയ ഒരു സബ്ജക്റ്റാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. പഠിക്കും തോറും ആരം കൂടുന്ന സബ്ജക്റ്റാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഓരോ ജാതകങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുതിയ പുതിയ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും പുതിയ പാഠങ്ങൾ കാണുവാനും നമുക്ക് സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അത് എത്രമാത്രം ക്യൂരിയോസിറ്റിയോടെ എത്രമാത്രം ആഗ്രഹത്തോടെയാണ് നമ്മളത് പഠിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഭയങ്കര സുപ്രധാനമായിട്ടൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇഷ്ടത്തോടെ നല്ലൊരു സംതൃപ്തിയോടെ ചെയ്താൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാനും നമുക്കതനുസരിച്ച് മുമ്പോട്ട് പോകാനും സാധിക്കുക എന്ന് പറയുന്നത്. അല്ല 1 വർഷം കൊണ്ട് ജ്യോതിഷം പൂർണ്ണമായിട്ട് പഠിക്കാം എന്ന് കണ്ട് നമ്മൾ പഠിക്കാൻ കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും, പക്ഷെ പൂർണ്ണമായിട്ടുണ്ടാവില്ല. നമുക്കെപ്പോഴും ഒരു പൂർണ്ണത ഉണ്ടായിരിക്കണം അല്ലേ. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ, നമുക്കും നമ്മുടെ അടുത്ത് വരുന്നവർക്കും അല്ലേ. നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമ്മുടെ ക്ലയൻറ്റും ഹാപ്പി ആയിരിക്കണം. എന്നാൽ മാത്രമാണ് എന്താണ് ഈ ഒരു ശാസ്ത്രം കൊണ്ട് ശരിക്കും ഉപകാരം ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ.